നമസ്കാരം, ഞാൻ ഡോക്ടർ ഷെറി, തിരുവനന്തപുരം SUT ആശുപത്രിയിലെ അണുബാധ വിദഗ്ധനാണ്. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മഴക്കാല രോഗങ്ങൾ, പ്രത്യേകിച്ച് വയറിളക്കം, അതിൽ തന്നെ പ്രത്യേകിച്ച് ഈ അടുത്തായിട്ട് കണ്ടുവരുന്ന ഷിജല്ല ബാക്ടീരിയ കൊണ്ടുവരുന്ന വയറിളക്കവും അതിന്റെ കാരണങ്ങളെ കുറിച്ചാണ്. പ്രധാനമായും ഷിജല്ലയെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. സാധാരണ വയറിളക്കം വരുത്തുന്ന ബാക്ടീരിയകളിൽ സാൽമണല്ല എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ ടൈഫോയിഡ് പനിയോ അതിന്റെ വകഭേദങ്ങളായിട്ടുള്ള ബാക്ടീരിയകൾ, പിന്നെ ഈക്കോളി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഷിജല്ല എന്ന് പറയുന്ന ബാക്ടീരിയ പുതിയതായിട്ട് വന്നതൊന്നുമല്ല, അത് നേരത്തെ ഉള്ള ഒരു ബാക്ടീരിയ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അത് ഈ അടുത്തായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അത് തന്നെ കുറച്ച് മരണങ്ങളും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പ്രധാനമായിട്ടും ഇത്തരം അസുഖങ്ങൾ, അതിപ്പോ ഈക്കോളി ആയാലും സാൽമണല ആയാലും ഷിജല്ല ആയാലും വരുന്ന പ്രധാനമായ റൂട്ട് എന്ന് പറയുന്നത് ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം. ആ രീതിയിലാണ് ഇത് മനുഷ്യ ശരീരത്തിലേക്ക് ഈ ബാക്ടീരിയ പകരുന്നത്. അതിൽ തന്നെ ഷിജല്ല നോക്കിക്കഴിഞ്ഞാൽ 4 വെറൈറ്റിയിലുള്ള ഷിജല്ലകളുണ്ട്. അതിൽ തന്നെ ഷിജല്ല ഡിസെൻട്രിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. അത് കൂടുതലും ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് അതിനകത്ത് വരുത്തുന്നത് ആ ബാക്ടീരിയ കൊണ്ട് വരുന്നതാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഒരുപാട് ബാക്ടീരിയ അകത്ത് പോകണ്ട, ഒരു 50-100 ബാക്ടീരിയ മാത്രം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ അത് ശരീരത്തിനകത്ത് രോഗബാധ ഉണ്ടാക്കാൻ തക്കതായ ശേഷിയുള്ളതാണ്. ഒരുപാട് വേണ്ട ഈ ഷിജല്ല വരാൻ. അതാണ് ഷിജല്ല അതിന്റെ ഡിസെൻട്രിയ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത. അതിലാണ് സൈഡ് എഫക്ട് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഇത് വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമെന്നുള്ള ഒരു കാര്യമുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്ന് കൈശുചിത്വമാണ്. കൈയും കഴുകുക. അത് നമ്മൾ കോവിഡിന്റെ സമയത്ത് പഠിച്ചാണ് ഹാൻഡ് വാഷിന്റെ പ്രാധാന്യം. അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളം കുടിക്കുക, തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം വൃത്തിഹീനമായ അന്തരീക്ഷത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അപ്പൊ ഭക്ഷണവും വെള്ളത്തിൽ നിന്നാണ് ഇത് കൂടുതലായിട്ട് ഈ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ശരീരത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് പ്രത്യേകിച്ച് പ്രതിരോധ വാക്സിനുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഈ ഷിജല്ലയ്ക്ക് ഇല്ല. പിന്നെ ഇതിന്റെ കോംപ്ലിക്കേഷൻ വരിക എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടാണ് ഇതിനകത്ത് കോംപ്ലിക്കേഷൻസ് വരുന്നത്. അതിൽ തന്നെ ചെറിയ കുട്ടികളിൽ ഇതിന്റെ കോംപ്ലിക്കേഷൻ നിരക്ക് കൂടാറുണ്ട്. അതുപോലെ ഒത്തിരി മുതിർന്നവർക്ക്, അത് സാൽമണലയിൽ ഒത്തിരി മുതിർന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് അത് വരാറുണ്ട്. BP കുറഞ്ഞു പോവുക, പിന്നെ കിഡ്നിയുടെ പ്രവർത്തനം മന്ദീഭവിക്കുക, പിന്നെ ഡയാലിസിസിലോട്ട് പോകേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇത് പ്രധാനമായും ചെറിയ കുട്ടികൾക്കാണ് ഇതിന്റെ തീവ്രത കൂടുന്നത്. അതുപോലെ മുതിർന്നവർക്കും ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്നവർക്കും ഇത് ചിലപ്പോൾ മാരകമായി വരാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ എല്ലാ കേസുകളും അത്ര മാരകമല്ല, പക്ഷെ അപൂർവമായിട്ടെങ്കിലും ചിലത് മാരകമായിട്ട് സെപ്സിസ് എന്ന അവസ്ഥയിലോട്ട് പോവുകയും മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. അതായത് കൂടുതൽ ശരീരത്തിനകത്തുള്ള വൃക്ക, ബ്രെയിൻ, അങ്ങനത്തെ ഓർഗൻസ്, ലിവർ, അതിനൊക്കെ ബാധിച്ച് പിന്നെ അത് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള അസുഖമാണ്. പ്രിവെന്റ് ചെയ്യാനുള്ളത് മരുന്നുകൾ കൊണ്ടല്ല, നമ്മുടെ ഭക്ഷണ ശുചിത്വത്തിന്റെ കൈ ശുചിത്വത്തിലൂടെയാണ് നമ്മൾ ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ ബാക്കിയുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ സാൽമണല ആയാലും ഈക്കോളി ആയാലും എല്ലാം ഇതേ വിഭാഗത്തിൽ തന്നെ വരുന്നതാണ്. പക്ഷെ ഷിജല്ല പുതിയതല്ല, നേരത്തെ ഉള്ള ഒരു തരം ബാക്ടീരിയ തന്നെയാണ്. പക്ഷെ അതിപ്പോ ഈ അടുത്തായിട്ട് കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ മഴക്കാല സമയത്താണ് ഇത്തരം അസുഖങ്ങളെല്ലാം പടർന്നു പിടിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ, ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും കൈശുചിത്വത്തിന്റെ കാര്യത്തിലായാലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൈജീൻ, ഒരു വൃത്തി, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ചുടുവെള്ളം മാത്രം കുടിക്കുക, തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക. അതുപോലെ തന്നെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലുള്ള ഹോട്ടലുകളോ അല്ലെങ്കിൽ ജ്യൂസ് പാർലറുകളോ ഒന്നും വെള്ളം, അത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. ഇതാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് ചെയ്യുന്നത്. താങ്ക് യു.